ഓർമ്മകൾ പീലി നീർത്തുന്ന കാലം. പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെ ഓരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമ്മകൾ പീലി നീർത്തുന്ന കാലം. പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. പാദമുദ്രകൾ കേരള ക്രിസ്തീയ ചരിത്രത്തിൻ്റെ നാൾവഴികളിൽ ഫാദർ തോമസ് മണ്ണൂർ എന്ന നാമം വിളക്കിച്ചേർക്കപ്പെടുമ്പോൾ ഉലയിൽ ഊതിക്കാച്ചിയെടുത്ത കാരിരുമ്പിൻ്റെ കരുത്തായി സഭയുടെ താങ്ങാകുന്നു മണ്ണൂരച്ചൻ. ദാരിദ്ര്യവും സഹനവും ഇച്ഛാശക്തിയും കൊണ്ട് കെട്ടിപ്പടുത്ത ഗോപുരങ്ങളിൽ ആത്മീയതയെ ആവാഹിച്ച് യേശുവിനെ കുടിയിരുത്തി മുന്നേറിയ അതികായൻ. സ്നേഹവും സഹനവും പ്രാർത്ഥനയും ക്രിസ്തീയതയുടെ മുഖമുദ്രയെന്ന് തൻ്റെ പന്ഥാവുകളിലെ പാദമുദ്രകളിലൂടെ ലോകത്തിന് കാണിച്ചുകൊടുത്ത് മണ്ണൂരച്ചൻ കാലത്തിന് മുന്നേ നടക്കുന്നു. പുറപ്പാടിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന പ്രയാണ നാളുകൾ. കൂട്ടമായി പ്രവാസത്തിലേർപ്പെട്ട ഒരു ജനതയെ നയിക്കാൻ അന്ന് മോശയുണ്ടായിരുന്നു. തേനും പാലും സ്വപ്നം കണ്ടിറങ്ങിയ ഒരു ജനതയെ ഫറവോന്റെ കുടില തന്ത്രങ്ങളിൽ പെടുത്താതെ ദൈവം കാത്തു പരിപാലിച്ചു. മന്നയായും നീരുറവയായും ചെങ്കടൽ പകുത്തും അത്ഭുതങ്ങൾ കാണിച്ച് ദൈവം അവർക്ക് മുന്നേ ശത്രുവിന് പ്രതിരോധം തീർത്തു. അത് പുറപ്പാടിൻ്റെ പഴയ കാലം. 1966 തലചായ്ക്കാൻ മണ്ണിനിടം തേടി പുറപ്പെട്ട ഒരു ജനത ഷിമോഗ എന്ന കർണാടക ഗ്രാമത്തിൻ്റെ വനാതിർത്തികളിൽ കൂരകൾ കെട്ടി പാർപ്പിടമൊരുക്കി. മണ്ണിനെ കിളച്ചുമറിച്ച് ജീവിതച്ചാലുകൾ തീർത്ത് അവർ പറിച്ചു നടപ്പെട്ട ജീവിതത്തെ മുളപ്പിച്ചു. പാദമുദ്രകൾ 1966 ഫാദർ തോമസ് മണ്ണൂർ പുതിയ നിയോഗവുമായി ഷിമോഗയിലേക്ക് വരുന്നത്. കുന്നേലച്ചനോടൊപ്പം പ്രവർത്തന നിരതനാവുമ്പോൾ ഷിമോഗ കുടിയിറക്ക് ചരിത്രത്തിൻ്റെ കണ്ണിയായി ദൈവം തന്നെ വിളക്കിച്ചേർക്കുകയായിരുന്നു എന്ന് അന്നറിഞ്ഞിരുന്നില്ല. പെട്ടെന്നാണ് ആ അന്തരീക്ഷമാകെ കലുഷിതമാകുന്നത് അവരറിഞ്ഞത്. കർണാടക ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം. കർണാടക വനത്തിൽ കുടിയേറി പാർത്തവരെ അവിടെ നിന്നും കുടിയിറക്കണം. കുടിയിറക്കപ്പെട്ട് വീടും കുടിയും നഷ്ടപ്പെട്ട നിരാലംബരായ ഒരു ജനതയ്ക്ക്
കൈത്താങ്ങായി ഉണർന്ന് പ്രവർത്തിച്ച ദാനമ്മ തൽക്കാലത്തേക്ക് ദാനമായി നൽകിയ ഭൂമിയിൽ അവർ താമസം ആരംഭിച്ചു. ഞങ്ങളെ കർണാടക ഗവൺമെൻറ് പള്ളിയും ഗവൺമെൻറ്റും വീടുകളുമെല്ലാം കത്തിച്ച് തെരുവിലിറക്കി. ഞങ്ങൾക്ക് ഒരഭയവും ഇല്ലാതെ വന്നു. അപ്പോഴാണ് ഷിമോഗ ടൗണിൽ താമസിച്ചിരുന്ന പൊതുപ്രവർത്തകയും കോൺഗ്രസ് നേതാവുമായ ദാനമ്മ എന്ന സ്ത്രീ ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് ഷിമോഗ ടൗണിനടുത്ത് കുറേ ഭൂമി വെറുതെ കിടപ്പുണ്ട്, അവിടെ നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് കുടിൽ കെട്ടി താമസിക്കാമെന്ന്. വള്ളോപ്പള്ളി പിതാവും കുന്നേലച്ഛനും മണ്ണൂരച്ഛനും ദാതാവായ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഈ ജനതയെ ചേർത്തണച്ചപ്പോൾ ദൈവം കാണിച്ച വഴിയാണ് ദാനമ്മ എന്ന സ്ത്രീ. അങ്ങനെ ഞങ്ങൾ ജനം മുഴുവനും 2000-ലധികം ആളുകൾ പണ്ട് മൂശ ഇസ്രായേൽ ജനത്തെയും കൊണ്ട് പോകുന്നതുപോലെ കുന്നേലച്ചൻ്റെ നേതൃത്വത്തിൽ ഈ ഭൂമിയിലേക്ക് പോന്നു. ഇവിടെ വന്ന് ഞങ്ങൾ താൽക്കാലികമായി കുടിൽ കെട്ടി മരച്ചുവീടിൽ കിടന്നു. അന്ന് ഞങ്ങൾക്ക് കയറിക്കിടക്കാൻ സ്ഥലം തന്ന ദാനമ്മയുടെ പഴയ വീടാണ് ആ കാണുന്നത്. അതിൻ്റെ മുറ്റത്ത് 1-2 തെങ്ങുകളും 2-3 പ്ലാവും നിൽപ്പുണ്ട്. ഇന്ന് അവിടെ അതേ ഉള്ളൂ. ദാനമ്മ ഒരുപക്ഷെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവുകയില്ല. ആ ഉദാരയായ സ്ത്രീയുടെ കാരുണ്യം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ അന്ന് കിടന്നുറങ്ങിയത്. ആ കിടപ്പ് ഏതാണ്ടല്ല കൃത്യമായും 78 ദിവസം ഞങ്ങൾ ഈ മരച്ചോട്ടിൽ കിടന്നു. മഴ പെയ്തു, വെള്ളമുണ്ടായി, ചെളിയായി, ഞങ്ങൾക്ക് അസുഖങ്ങൾ ബാധിച്ചു. കുട്ടികൾക്കെല്ലാം പനി, വയറുകടി, ഒഴിച്ചിൽ. 2 പേര് ഈ മരച്ചോട്ടിൽ കിടന്ന് മരിച്ചുപോയി. ഇത്രയും ആയപ്പോൾ ദിവസം 78 കഴിഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അനുകൂലമായ യാതൊരു നടപടികളും ഉണ്ടായില്ല. ഞങ്ങൾക്ക് പകരം ഭൂമി തരണമെന്നും ഞങ്ങളെ പുനരധിവസിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തലശ്ശേരി പിതാവും മറ്റ് പൊതുപ്രവർത്തകരും ബാംഗ്ലൂർ പോയി മുഖ്യമന്ത്രിയെ കണ്ടു. പക്ഷേ പല പ്രാവശ്യം കണ്ടെങ്കിലും ഞങ്ങളോട് പറയുമ്പോൾ എല്ലാം ശരിയാക്കി തരാമെന്ന് പറയും. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. അവസാനം മരണം സംഭവിച്ചപ്പോൾ പിതാവ് തീരുമാനിച്ചു, ഇനി ഇവരെ ഇവിടെ കിടത്തിയാൽ രക്ഷപ്പെടുകയില്ല, അതുകൊണ്ട് കേരളത്തിലേക്ക് കൊണ്ടുപോകാമെന്ന്. അങ്ങനെ 1966 ജൂലൈ മാസം 28-ാം തീയതി അവസാനത്തെ ആളും ഇവിടുന്ന് കേരളത്തിലേക്ക് പോയി. ഞാൻ ഏറ്റവും ഒടുവിലാണ്. ഇവിടുന്ന് എല്ലാവരും ഈ ക്യാമ്പ് വിട്ട് വണ്ടിയിൽ കയറിയെന്ന് ഉറപ്പ് വരുത്തിയപ്പോഴാണ് ഞാൻ പോയത്. എനിക്ക് പുറകെ ഇവിടെ ആരുമില്ലായിരുന്നു. അവസാനത്തെ ഇവിടുന്ന് പോയ മലയാളി ഞാനാണ്. ആയിരത്തി 1950-കളിൽ കേരളത്തിൽ നിന്നും കുടുംബത്തെ കരകയറ്റാൻ ഇവിടെ എത്തിയ പാവപ്പെട്ട കൃഷിക്കാരാ, ഈ മണ്ണ് നിന്റെ വിയർപ്പും കണ്ണുനീരും രക്തവും വീണ് നനഞ്ഞത് ഞാൻ ഓർക്കുന്നു. തകർന്നടിഞ്ഞ നിന്റെ പ്രതീക്ഷകളെല്ലാം ഈ മണ്ണിൽ ലയിച്ചു കിടക്കുന്നു. ഈ മണ്ണിനും ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. കാലത്തിൻ്റെ പകിടകളിയിൽ തകർന്നടിഞ്ഞ് വീണത് നിന്റെ സ്വപ്നങ്ങളായിരുന്നു. നിന്റെ വിയർപ്പ് തുള്ളികളിൽ വിളയിച്ചെടുത്ത പൊന്നാണ്യങ്ങൾ തട്ടിത്തെറിപ്പിച്ച കറുത്ത കരങ്ങൾക്ക് ദൈവം മാപ്പ് നൽകട്ടെ. ഇന്ന് ഷിമോഗ പ്രദേശം ക്രൈസ്തവ ഐക്യത്തിൽ പ്രഭാപൂരിതമായി നിലകൊള്ളുന്നതിൻ്റെ പ്രധാന കാരണം ഇവർ കൊളുത്തിയ തിരിയിൽ നിന്നും പകർന്നു കിട്ടിയ ജ്വാലാഗ്നിയാണ് ഇന്ന് ഈ ഭദ്രാവതി എന്ന രൂപതയുടെ ഉമ്മറത്ത് ജ്വലിക്കുന്നത് എന്ന് ഇന്നത്തെ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് അരുമച്ചടത്ത്. കുടിയിറക്കിന് ശേഷമുണ്ടായ ഒരു കാലഘട്ടം തീർച്ചയായിട്ടും അനിശ്ചിതത്വത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. ഒരുപക്ഷെ ഇവിടെ ഉണ്ടായിരുന്ന നമുക്കറിയാം 300-ലധികം കുടുംബങ്ങൾ ഷിമോഗയിൽ നിന്ന് നിഷ്കരണം എന്ന് വേണമെങ്കിൽ പറയാം ഇറക്കി വിടപ്പെട്ടു. ഇന്ന് നമ്മൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ അവരിവിടെ തുടർന്ന് താമസിച്ചിരുന്നുവെങ്കിൽ ഒരു വലിയ ശക്തമായ മലയാളി അല്ല ക്രൈസ്തവ സമൂഹം തീർച്ചയായിട്ടും ഷിമോഗയിൽ ഉണ്ടാകുമായിരുന്നു. അതൊരു പക്ഷേ ദൈവത്തിൻ്റെ പ്ലാനിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരിക്കാം.
പിന്നീടുണ്ടായ ആ ഒരു കാലഘട്ടം വളരെ അനിശ്ചിതത്വത്തിൻ്റെ കാലഘട്ടമായിരുന്നു ഞാൻ പറഞ്ഞു. ഏതാണ്ട് 65 66 കുടിയിറക്കിന് ശേഷം 78 ദിവ്യകാരുണ്യ മിഷൻ സഭയിലെ അച്ഛന്മാർ ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ട് വരുന്നത്. അതിനിടയ്ക്കുള്ള ഒരു കാലഘട്ടം ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിക്കമംഗ്ലൂർ രൂപതയിൽപ്പെട്ട മലയാളി വൈദികരുടെ സേവനമാർക്ക് ലഭിച്ചിരുന്നു. ഇവിടെ അവശേഷിക്കുന്ന ഏതാനും കുടുംബങ്ങൾക്ക്, ഒപ്പം ഷിമോഗ ജില്ലയുടെ മറ്റ് പ്രദേശങ്ങളിലുള്ള ക്രൈസ്തവ സമൂഹത്തിന്. ഇന്ന് ഭദ്രാവതി രൂപത 2007 ഇത് രൂപതയായി. ഇന്ന് 24 ഇടവകകളാണ് ഈ രൂപതയുടെ കീഴിലുള്ളത്. അപ്പോൾ അപ്രകാരം ഒരു ക്രൈസ്തവ സമൂഹം രൂപപ്പെട്ടു വരാനായിട്ട് 1978 ഇവിടെ ദിവ്യകാരുണ്യ മിഷൻ സഭയിലെ അച്ഛന്മാരെ ഈ പ്രദേശം ഏൽപ്പിക്കുമ്പോൾ അവരും അവരോട് ചേർന്ന് ഇങ്ങോട്ട് കടന്നു വന്ന വിവിധ സന്യാസ സമൂഹങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അതിൽ പ്രത്യേകം എടുത്തു പറയണം, ആദ്യം കടന്നു വന്നത് തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലെ സഹോദരിമാരാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ശക്തമായ ആത്മീയ നേതൃത്വത്തിലാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ഒരുമയിൽ, സാഹോദര്യത്തിൽ, വിശ്വാസത്തിൽ, കൂട്ടായ്മയിൽ രൂപപ്പെട്ടു വളർന്നത്. ഈ കുടിയിറക്കം ഒരുപക്ഷെ ദൈവിക പരിപാലനയിൽ നടന്ന ഒരു കാര്യമായിരിക്കാം. കാരണം ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ 66 ഇവിടെ നിന്ന് അന്നത്തെ ക്രൈസ്തവ സമൂഹത്തെ ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ ഇറക്കി വിട്ടുവെങ്കിൽ ഏതാണ്ട് 40-45 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു കത്തോലിക്ക സിറോ മലബാർ രൂപത രൂപമെടുക്കാനായിട്ട് കാരണമായി. അപ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനം എന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ടാവൂ. ഒരു വശത്ത് കുടിയിറക്കിൻ്റെ കണ്ണീരും അനിശ്ചിതത്വവും ദുഃഖവും ഒക്കെ ഉള്ളപ്പോൾ, മറുവശത്ത് അങ്ങനെ ഇറക്കിവിടപ്പെട്ട ജനതയെ തന്നെ ദൈവം കൈപിടിച്ച് നടത്തി ഒരു സമൂഹമാക്കി മാറ്റി, ഒരു ജനതയാക്കി മാറ്റുന്ന, ഒരു പ്രാദേശിക സഭയാക്കി മാറ്റുന്ന, രൂപതയാക്കി മാറ്റുന്ന അത്ഭുതമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ പരിപാലനയായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കൂ. ആ ദൈവ പരിപാലനയ്ക്ക് നമുക്ക് നന്ദി പറയാം. 1933 ബ്രിട്ടീഷ് കാലത്ത് സ്ഥാപിക്കപ്പെട്ട കോൺവെന്റ് കുടിയിറക്കത്തിൻ്റെ ആഘാതത്തിൽ ഉലഞ്ഞുപോയ ജനതയ്ക്ക് ആശ്വാസത്തിൻ്റെ മന്നയുമായി വന്ന ദൈവദൂതരായിട്ടായിരുന്നു ഈ കോൺഗ്രിഗേഷൻ അന്ന് പ്രവർത്തിച്ചത്. MCH പ്രോഗ്രാമിലൂടെ US നിന്നും കിട്ടിയിരുന്ന ഗോതമ്പ്, പൽപ്പൊടി, ബർഗർ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ നിരാലംബർക്കായി അവർ വീതിച്ചു നൽകി. ഇന്ന് സാമൂഹ്യ പരിവർത്തന മേഖലയിൽ വനിതാ ശാക്തീകരണത്തിൻ്റെ ആവശ്യകത മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവർ ഈ രൂപതയുടെ ഭാഗമാകുന്നു. It is in the year 1933, in the month of February on the 15th, accompanied by the bishop, handed over the keys of the house to the sisters, blessed the house, blessed the sisters, and inaugurated the second convent of the Congregation of the Sisters of St. Charles in India. Right from the beginning, the sisters were very much involved in the development of the women and children in the surrounding area. Though they did not know the local language, one of the priests with the local lay people helped them to learn the language, and in the year 1934, they started the school. Though the beginning was very small, the number was very little, but year by year the strength increased. And most of the girls of the locality found admission in our school, and the school began to grow. Side by side with the school, the sisters started also a free boarding and accepted
unwanted children rejected by the society. There was also a medical care given to the patients for their small, ordinary ailments. This work continued, and also the MCH program at the national level enabled us to care for the women and children who were malnourished. The work that we started in 1933 in a small scale still continues. We do take care of the poorest of the poor in our boarding. We have established women's programs from 1988, and we go to different villages taking care of the women and children. We also work in collaboration with the government, especially taking care of the bonded children who work in the hotels. It was a government program, and we were able to rehabilitate many such children. The school is improving, and we have a lot of children coming in for admissions. We are taking not only the education of the children, but also we give preference to the low strata of the society. In our boardings, we find children from distant villages, and today some of them come back to tell us they are well placed in the society. We also get students interested to cater to the present children with their helping hand. കുടിയേറ്റ ജനതയുടെ മേൽ ഒരു ധൂമകേതു പോലെ വന്നു പതിച്ച കുടിയിറക്കത്തിൻ്റെ ആഘാതം വാക്കുകളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല. വള്ളോപ്പള്ളി പിതാവും കുന്നേലച്ചനും മണ്ണൂരച്ചനും നഷ്ടപ്പെടലിൻ്റെ വേദന തിന്നുന്ന ജനത്തിന് മലയാള മണ്ണിൽ ഇടം കൊടുക്കുവാൻ തീരുമാനിച്ചു. രൂപത ഇടപെട്ട് വാങ്ങിയ ചന്ദനക്കാമ്പാറയിലെ ഭൂമിയിലേക്ക് അവർ അവരെ നയിച്ചു. ഷിമോഗയിലെ കുടിയിറക്കിനെ പറ്റി അതിൻ്റെ ചുരുക്കം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. 66 മെയ് 10, 11 തീയതികളിലായി കുടിയിറക്കം നടന്നു. 78 ദിവസം ഞങ്ങളവിടെ ദാനമ്മ എന്ന സ്ത്രീ തന്ന സ്ഥലത്ത് ക്യാമ്പിൽ കുടില് കെട്ടി കിടന്നു. ജൂലൈ 28 തീയതി അവിടെ ഉണ്ടായിരുന്ന കുടുംബങ്ങളെല്ലാവരും തന്നെ ചന്ദനക്കാമ്പാറയുള്ള സ്ഥലത്തേക്ക് നീങ്ങി ട്രെയിൻ മാർഗവും ബസ് മാർഗവും ഒക്കെ ആയിട്ട്. കുടിയിറക്കപ്പെട്ട എല്ലാവരും ചന്ദനക്കാമ്പാറയ്ക്ക് പോകുന്നില്ല. ഇവിടെ 250 വീട്ടുകാരാണ് വന്ന് സ്ഥലം ഏറ്റുവാങ്ങിയതും താമസിക്കാൻ തീരുമാനിച്ചതും. ആ 250 വീട്ടുകാരിൽ തന്നെ ഒട്ടേറെ പേര് സ്ഥലത്തിൻ്റെ ന്യൂനത കൊണ്ട്, സാഹചര്യം അനുവദിക്കാഞ്ഞത് കൊണ്ടൊക്കെ ഇങ്ങോട്ട് കയറിയും കയറാതെയും ഒക്കെ ആയിട്ട് ഇവിടെ നിന്ന് പോയി. അങ്ങനെ ഇവിടെ താമസിച്ച കുറേ ആളുകളിൽ ഏതാനും പേരാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അവർ ഇവിടെ വന്ന കാലത്ത് അതിന് ശേഷം നേരിട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അവർക്കറിയാം, മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവരുടെ അനുഭവം ഇവിടെ പങ്കുവയ്ക്കുകയാണ്. 1961 ഫെബ്രുവരി മാസം 6 തീയതിയാണ് ലക്ഷ്യമായിലെത്തുന്നത്. 1961 ഫെബ്രുവരി 6 തീയതി. ഒരു വർഷം ഞാൻ സ്വന്തമായി അവിടെ
താമസിച്ച് കൃഷി ചെയ്ത് കൃഷി എടുത്തതിന് ശേഷം അനിയനെയും കൂട്ടി അവിടെ സ്ഥിരമായി താമസിക്കും. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു കുറച്ച് കുറഞ്ഞ കുടുംബങ്ങൾ മാത്രമേ അവിടെ കുടിയേറിയിട്ടുള്ളൂ. അത് മാത്രമല്ല വധക്കുട്ടി മുതൽ കുടിയിരിപ്പി കുഞ്ഞിഞ്ഞാട്ടിന് മറാച്ചേരി എന്ന് പറഞ്ഞ ഒരു കുടുംബം, അവരൊക്കെ നേരത്തെ അവിടെ താമസിക്കുന്നതാണ്. 3-4 വർഷത്തെ ഇത് കഴിഞ്ഞവരാണ്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അന്ന് ഏതാണ്ട് 10-17 വീട് മാത്രമേ ഉള്ളൂ. ഞാനൊക്കെ 61 ചെല്ലുമ്പോൾ. അതിന് ശേഷമാണ് പിന്നെ ആളുകൾ കൂടുതൽ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഒരു 400 ചില്ലാനും കുടുംബത്തിലധികം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ കുടുംബങ്ങളിൽപ്പെട്ട ആളുകളെല്ലാം കൃഷികൾ ഓരോ വർഷവും 10-15 ഏക്കർ വീതം കൃഷികൾ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് അവസാനം 1964 ഒരു ഭയങ്കര ഉണക്കമുണ്ടായി. അപ്പോൾ ഈ കൃഷികൾ തികച്ചും നശിച്ചു. ആ ഉണക്കോടുകൂടി നെല്ല് കതിര് പുറത്തേക്ക് വന്നില്ല. അപ്പോൾ അങ്ങനെ ആ കൃഷി നശിച്ച് നിൽക്കുന്ന സമയത്താണ് 1966 അവിടെ നിന്ന് കുടിയിറക്കുന്നത്. 10-ാം തീയതി തുടങ്ങി എന്ന് പറഞ്ഞാലും 11, 12, 13 തീയതികളിലാണ് അവിടെയുള്ള ഭൂരിപക്ഷം പേരെയല്ല മുഴുവൻ പേരെയും തന്നെ ഇറക്കി വിടുന്നത്. 12-ന് അവിടുത്തെ ദൊഡ്ജറ്റ് പള്ളിക്ക് തീ വയ്ക്കുന്നതൊക്കെ. ആദ്യം ദൊഡ്ജറ്റിലാണ് പള്ളി ഉണ്ടാകുന്നത്. അപ്പോൾ ആ പള്ളിക്കൊക്കെ തീ വയ്ക്കുന്നത് 12-ാം തീയതിയാണ്. ആ 12-ാം തീയതി അന്നാണ് കല്ലൂർ മത്തായിച്ചാൻ്റെയൊക്കെ പെരയ്ക്കും തീ വെച്ച്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഭാഗം തലേദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസത്തിനാണ് പള്ളിക്കൽ കയറിയതും തീ വയ്ക്കുന്നതൊക്കെ. ഒരു ഉപാധിയില്ല, ഒരു റെക്കോർഡും ഇല്ല.